എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എംബ്രിയോ ഫ്രീസിങ്ങിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ്. എംബ്രിയോ ഫ്രീസിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നും എപ്പോഴൊക്കെയാണ് എംബ്രിയോസ് ഫ്രീസ് ചെയ്യപ്പെടുന്നതെന്നും എന്തിനാണ് എംബ്രിയോസ് ആക്ച്വലി ഫ്രീസ് ചെയ്യുന്നതെന്നും IVFൽ എംബ്രിയോ ഫ്രീസിങ്ങിൻ്റെ റോൾ എന്താണെന്നും ആക്ച്വലി എംബ്രിയോ ഫ്രീസിംഗ് കൊണ്ട് IVFൻ്റെ സക്സസ് റേറ്റ് കൂടുമോ എന്നുള്ളതും നിങ്ങൾക്ക് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണോ അതോ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആണോ ബെറ്റർ എന്നും കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇന്നത്തെ ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം IVFൽ ഇൻട്രോസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ത്രൂ ആണ് എംബ്രിയോസിൻ്റെ നിർമ്മാണം നടത്തപ്പെടുന്നത്. ഈ എംബ്രിയോസ് 3-ാം ദിവസമോ 4-ാം ദിവസമോ 5-ാം ദിവസമോ ആണ് യൂട്രസിൻ്റെ അകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോർമലി 1-ൽ കൂടുതൽ എംബ്രിയോസ് ആണ് IVFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. അതിൽ 2-3 എംബ്രിയോസ് ആണ് യൂട്രസിൻ്റെ അകത്ത് ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി ശേഷിക്കുന്ന എംബ്രിയോസ് നല്ല ക്വാളിറ്റിയുടെ ആണെങ്കിൽ അത് ഫ്രീസ് ചെയ്യും. ചിലപ്പോഴൊക്കെ ഒരു എംബ്രിയോ പോലും ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യാറുമില്ല. എല്ലാ എംബ്രിയോസും ആ സമയത്ത് ഫ്രീസ് ചെയ്യും. ഇതിനെ ഓൾ ഫ്രീസ് എന്നാണ് പറയുന്നത്. ഇനിയും നമുക്ക് നോക്കാം എങ്ങനെയാണ് എംബ്രിയോസിനെ ഫ്രീസ് ചെയ്യുന്നതെന്ന്. ഇതിന് 2 ടെക്നിക്സ് അവൈലബിൾ ആണ്. ആദ്യത്തേത് ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ സ്ലോ ഫ്രീസിങ്. സ്ലോ ഫ്രീസിങ്ങിൽ ഒരു പ്രോഗ്രാമബിൾ ഫ്രീസർ ത്രൂ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് എംബ്രിയോ കൾച്ചർ മീഡിയത്തിൽ നിന്നും -196 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് ലിക്വിഡ് നൈട്രോജൻ്റെ ടെമ്പറേച്ചറിൽ എംബ്രിയോസിനെ സ്ലോലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സിൽ ഫ്രീസ് ചെയ്യും. രണ്ടാമത്തെ ടെക്നിക്, അതാണ് ലേറ്റസ്റ്റ്. എന്താണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫ്രീസിങ്, അതായത് വിട്രിഫിക്കേഷൻ. വിട്രിഫിക്കേഷൻ ടെക്നിക്കാണ് IVFൻ്റെ ഫീൽഡിനെ റെവല്യൂഷനൈസ് ചെയ്ത്. IVFൻ്റെ പ്രോസസ്സിൽ വിട്രിഫിക്കേഷൻ ഒരു വലിയ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അത് കാരണം കൊണ്ട് തന്നെ IVFൻ്റെ സക്സസ് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടിയിട്ടുണ്ട്. വിട്രിഫിക്കേഷനിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ എംബ്രിയോനെ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ, അതായത് കൾച്ചർ മീഡിയത്തിൽ നിന്നും -196 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ലിക്വിഡ് നൈട്രോജൻ്റെ ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്യും. ഇതിൽ സൈറ്റോപ്ലാസത്തിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാവത്തില്ല. വിട്രിഫിക്കേഷൻ കഴിഞ്ഞ് 10 തൊട്ട് 15 വർഷം വരെ ഈ എംബ്രിയോസിനെ നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് നോക്കാം എംബ്രിയോസ് എന്തിനാണ് ഫ്രീസ് ചെയ്യുന്നതെന്ന്. നോർമലി നമ്മൾ IVFൻ്റെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഒരുപാട് ഇഞ്ചെക്ഷൻസ് നമുക്ക് എടുക്കേണ്ടി വരും. 1-ൽ കൂടുതൽ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യും. ഈ ഫോളിക്കിൾസിൽ നിന്ന് കുറേ എഗ്സും ഉണ്ടാക്കും. സാധാരണയായി 2-3 എംബ്രിയോസ് ആണ് ഒരു വട്ടം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി ക്വാളിറ്റിയുള്ള എംബ്രിയോസ് ഡിസ്കാർഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ നമ്മൾ അതിനെ ഫ്രീസ് ചെയ്താൽ നമ്മുടെ IVF സൈക്കിൾ ഫെയിൽ ആയാലും നമുക്ക് ആ ഫ്രീസ് ചെയ്ത എംബ്രിയോസിനെ ട്രാൻസ്ഫർ ചെയ്യാനും ഒരു IVFൻ്റെ ചാൻസ് കൂടെ കിട്ടാനും സഹായകരമാകും. ആദ്യത്തെ സൈക്കിൾ ഒരു പക്ഷേ സക്സസ് ആയാലും നമുക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പിന്നെയും ഈ എംബ്രിയോസിനെ പിന്നെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെയും ഉള്ള ആദ്യത്തെ ഇഞ്ചെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ വിട്രിഫിക്കേഷൻ ടെക്നിക് കൊണ്ട് എംബ്രിയോസിൻ്റെ സർവൈവൽ റേറ്റ് ഒരുപാട് ഇംപ്രൂവ് ആയി കഴിഞ്ഞു. ഇൻഫാക്ട് ഫ്രോസൺ എംബ്രിയോ IVF സൈക്കിളിൻ്റെ പ്രഗ്നൻസി റേറ്റ് ഫ്രഷ് എംബ്രിയോ IVF സൈക്കിളിൻ്റെ പ്രഗ്നൻസി റേറ്റിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ്. IVFൻ്റെ ഒരു വലിയ കോംപ്ലിക്കേഷനാണ് ഒവേരിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, OHSS. ഒരു പക്ഷേ എല്ലാ എംബ്രിയോസും ഫ്രീസ് ചെയ്യുവാണെങ്കിൽ OHSSൻ്റെ റിസ്ക് ഒരുപാട് കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ IVFൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന എല്ലാ കപ്പിൾസും ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് അവരുടെ എംബ്രിയോസിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ എംബ്രിയോ ഫ്രീസിങ്ങിൻ്റെ ഓപ്ഷൻ എന്തായാലും എടുപ്പിക്കണം. നോർമലി സ്റ്റഡീസിൻ്റെ റിസൾട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ അത് പ്രഗ്നൻസിയിലോട്ട് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് 42% ആണ്. അതേസമയം
ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്താൽ അത് പ്രഗ്നൻസിയിലോട്ട് ട്രാൻസ്ഫർ ആകാനുള്ള ചാൻസ് 57% ആണ്. എന്ന് പറഞ്ഞാൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൽ നമുക്ക് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിനെ അപേക്ഷിച്ച് സക്സസ് റേറ്റ് കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ സൈക്കിളിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ലെവൽ ഒരുപാട് ഹൈ ആണ്. അത് കാരണം കൊണ്ട് തന്നെ എൻഡോമെട്രിയത്തിൽ എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ലെയറിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രഗ്നൻസിയുടെ ചാൻസ് കുറച്ച് കുറയും. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ സൈക്കിളിൽ ഹോർമോണൽ ലെവൽ കുറവാണ്. ഓവറിയുടെ സൈസ് നോർമൽ ആണ്. അത് കാരണം കൊണ്ട് തന്നെ ഫ്രോസൺ എംബ്രിയോസിൻ്റെ പ്രഗ്നൻസി ചാൻസ് കുറച്ച് കൂടുതലാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓൾ ഫ്രീസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് നമ്മൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് എല്ലാ കപ്പിൾസിനും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ കപ്പിൾസ് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്കും ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് വേണ്ടത്, ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കപ്പിൾസിന് 4 ഗ്രേഡ് 1 എംബ്രിയോസിൽ കുറവാണ് കിട്ടിയതെങ്കിൽ അങ്ങനത്തെ കേസസിൽ ചിലപ്പോൾ ഈ എംബ്രിയോസ് ഫ്രീസ് ചെയ്താൽ അത് സർവൈവ് ചെയ്തില്ല എങ്കിൽ പിന്നെ നമ്മൾ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുമ്പോൾ ഒരു എംബ്രിയോ പോലും നമ്മുടെ കയ്യിൽ ശേഷിക്കുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ OHSSന്റെ റിസ്ക് കൂടുതലുള്ള കപ്പിൾസിന് അല്ലെങ്കിൽ 4ൽ കൂടുതൽ ഗ്രേഡ് 1 എംബ്രിയോസ് ഉള്ള കപ്പിൾസിനൊക്കെയാണ് ഫ്രീസ് ഓളിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത്. റുട്ടീൻലി എല്ലാ പേഷ്യൻസിനും ഫ്രീസ് ഓളിൻ്റെ ഓപ്ഷൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു പക്ഷേ നിങ്ങളുടെ IVF ട്രീറ്റ്മെൻറ്റ് നടക്കുവാണ് എങ്കിൽ ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് എപ്പോഴും ഫ്രീസിങ്ങിൻ്റെ ഓപ്ഷൻ എടുക്കുക. ആ സമയം ഇനീഷ്യലി കുറച്ച് മണി ആവശ്യം വരും, പക്ഷേ മുന്നോട്ട് പോയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഇത് നമ്മളെ രക്ഷിക്കും. നമ്മുടെ ആദ്യത്തെ IVF സൈക്കിൾ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ എംബ്രിയോസ് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇഞ്ചക്ഷൻസ് ഒന്നും എടുക്കേണ്ടതായിട്ട് വരില്ല. നമുക്ക് ഒന്നിൽ കൂടുതൽ ചാൻസസ് കിട്ടും. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രീസിങ് കഴിഞ്ഞുണ്ടാവുന്ന പ്രഗ്നൻസിയിൽ മിസ്കാരിയേജിൻ്റെ റിസ്ക്, കുഞ്ഞിന് ജനിതക വൈകല്യം ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ റിസ്ക് ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കുഞ്ഞുങ്ങളും ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഹെൽത്തിയാണ്. ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ എംബ്രിയോ ഫ്രീസിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ജെനീസ് ഹെവൻ എന്ന് പറഞ്ഞ FB പേജും മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന് പറഞ്ഞ ഈ ഒരു ഫാമിലിയിലേക്ക് നിങ്ങളും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.